ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാനപ്പെട്ട ശിഷ്യനും ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ മിഷന്റെ സ്ഥാപകനായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതികൾ, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം ഗ്രന്ഥരൂപത്തിലായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ ബുക്ക് സ്റ്റോറുകളിലും ലഭ്യമാണ്. അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സർവോപനിഷദോ ഗാവോ എന്നാണ് പറയുന്നത്. സർവ ഉപനിഷത്തുക്കളുടെയും സാര സംഗ്രഹമാണ് ഭഗവത്ഗീത എന്നാണ്. ഭഗവത്ഗീതയിൽ എല്ലാ വേദ ഉപനിഷത്ത് ജ്ഞാനങ്ങളും അന്തർലീനമായിട്ടിരിക്കുന്നുണ്ട്. ഒരു ജ്ഞാന ഭണ്ഡാരമാണ്, ജ്ഞാനത്തിന്റെ അമൃത കുംഭമാണ് സാക്ഷാൽ ഭഗവാന്റെ നാവിൽ നിന്നും വന്നിട്ടുള്ള ഭഗവത്ഗീത. അങ്ങനെയുള്ള ഭഗവത്ഗീത എല്ലാത്തരം അറിവുകളെയും മുന്നോട്ട് വെക്കുന്നുവെങ്കിലും പ്രധാനപ്പെട്ട 4 യോഗങ്ങളെ കുറിച്ച് പറയുന്നു. അത് യഥാക്രമം കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിവയാണ്. ഈ 4 യോഗങ്ങളിലൂടെ ഏതിലൂടെ പോയാലും മോക്ഷത്തെ പ്രാപിക്കാമെന്ന് പറയും. ഈ 4 മാർഗങ്ങൾ ഏതായാലും ലക്ഷ്യം പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് എന്നതാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ മാത്രമല്ല, പുരാണ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമെല്ലാം കർമ്മ, ജ്ഞാന, ധ്യാന, ഭക്തി യോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗികളെ സംബന്ധിച്ച് കർമ്മയോഗത്തെയാണ് താല്പര്യം. ജ്ഞാനയോഗികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അദ്വൈതികളെല്ലാം സംബന്ധിച്ച് ജ്ഞാനയോഗത്തിനാണ് അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയിൽ, അതുപോലെ രാജയോഗയിലെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ധ്യാനയോഗത്തെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ വൈഷ്ണവരെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് ഭഗവത്ഗീതയില് ഭക്തിയോഗത്തെയാണ് താല്പര്യം. ഭഗവത്ഗീതയിലെ മാത്രമല്ല, എവിടെയെല്ലാം ഈ 4 യോഗങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഭക്തരെ സംബന്ധിച്ച് ഭക്തിയോഗമാണ് താല്പര്യം. എന്തു തന്നെയായാലും ഈ 4 യോഗങ്ങളെക്കുറിച്ച്, കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഈ 4 യോഗങ്ങളെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ കാഴ്ചപ്പാട്, ദർശനം എന്താണ്? അദ്ദേഹം ഈ 4 യോഗങ്ങളെയും ഗ്രന്ഥരൂപത്തിലാക്കിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 4 ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഈ യോഗങ്ങളെ സവിസ്തരം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളാണിത്. അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ ഈ യോഗങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഗ്രന്ഥങ്ങൾ വാങ്ങിക്കാം. കാട്ടിത്തരാം, പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഗ്രന്ഥം. ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ വിസ്തരിച്ചുള്ള വർണ്ണനയാണിത്. സവിസ്തരം മനോഹരമായിട്ട് വിവേകാനന്ദ സ്വാമികള് ജ്ഞാനയോഗത്തെ ഈ ഒരു ഗ്രന്ഥത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഉപനിഷത്ത് രഹസ്യങ്ങള്, ഗീതാ രഹസ്യങ്ങള്, ഏതിലെല്ലാം ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ ജ്ഞാനയോഗത്തെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ വിവേകാനന്ദ സ്വാമികൾ ചെയ്തിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ മഠമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 220 രൂപയാണ് ഇതിന്റെ വില. ഭക്തിയോഗത്തെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ കാഴ്ചപ്പാട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണിത്. ഭക്തിയോഗം 45 രൂപയാണ് ഇതിന്റെ വില. ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും ഇത് ലഭ്യമാണ്. ഭക്തിയോഗത്തെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ ആശയം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഭക്തിയോഗത്തെ മനോഹരമായിട്ട് അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. കർമ്മയോഗം വിവേകാനന്ദ സ്വാമികളുടെ മറ്റൊരു കൃതി. രാമകൃഷ്ണ മഠം തന്നെയാണ് ഇതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 65 രൂപയാണ് ഇതിന്റെ വില. എല്ലാ കേന്ദ്രങ്ങളിലും ഇത് ലഭ്യമാണ്. വിവേകാനന്ദ സ്വാമികള് കർമ്മയോഗം ഗംഭീരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. വിവരണം പ്രത്യേക രീതിയിലാണത്. കാരണം കർമ്മയോഗത്തെ വേറൊരു രീതിയിലൂടെ നോക്കിക്കാണുകയാണ്. നമ്മൾ ഒരുപാട് കർമ്മയോഗത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ ഉത്സാഹം നമുക്ക് നൽകുന്ന രീതിയിൽ കർമ്മയോഗത്തെ കർമ്മയോഗിയായി മാറാൻ താല്പര്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥത്തിന്റെ നിർമ്മാണം, രചന വിവേകാനന്ദ സ്വാമികൾ നിർവഹിച്ചിട്ടുള്ളത്. വാങ്ങിക്കുക. യോഗ ദർശനത്തെ
ധ്യാനയോഗത്തെ രാജയോഗം എന്ന് പറയാറുണ്ട്. രാജയോഗത്തെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായ ഒരു കൃതിയാണ് വിവേകാനന്ദ സ്വാമികളുടെ ഒരു രചന. അദ്ദേഹം സവിസ്തരം രാജയോഗത്തെക്കുറിച്ച്, ധ്യാനയോഗം, മെഡിറ്റേഷനെ കുറിച്ചെല്ലാം പറയുന്നു. പാതഞ്ജല യോഗാസൂത്രത്തിന്റെ സൂത്രങ്ങൾ അടിസ്ഥാനമാക്കി അതിന്റെ വ്യാഖ്യാനം എന്നോണം കൂടെ ആണ് ഈ ഒരു ഗ്രന്ഥം രചന നിർവഹിച്ചിട്ടുള്ളത്. കൂടാതെ വിവേകാനന്ദ സ്വാമികളുടെ ധ്യാനയോഗത്തെക്കുറിച്ചുള്ള, രാജയോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ഈ ഗ്രന്ഥത്തിലൂടെ വായിക്കാൻ സാധിക്കും. 120 രൂപയാണ് ഇതിന്റെ വില. എല്ലാ ശ്രീരാമകൃഷ്ണ മഠങ്ങളിലും ഇത് ലഭ്യമാണ്. ജ്ഞാന കുതുകികളായ ആളുകളെ സംബന്ധിച്ച് ഈ 4 ഗ്രന്ഥങ്ങളും തീർച്ചയായും പ്രയോജനകരമാണ്, ഉപകാരപ്രദമാണ്.